ഹായ് നമസ്കാരം. ഈ വർഷത്തെ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ജനുവരി 20 മുതൽ ആരംഭിക്കാനിരിക്കുകയാണ്. ആദ്യമായി അഗസ്ത്യാർകൂടത്തിലേക്ക് ട്രക്കിങ്ങിന് ഒരുങ്ങുന്ന ധാരാളം പേരുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ട്രക്കിംഗ് നടത്തി ഈ വർഷം പാസ് ലഭിച്ച് പോകുന്നതിന് മുമ്പേ പിന്നീട് വന്ന മാറ്റങ്ങളെപ്പറ്റി ചോദിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി ട്രക്കിങ്ങിന്റെ മുഴുവൻ വിവരങ്ങളും ഡീറ്റെയിൽ ആയി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു വീഡിയോ ഇട്ടത് ധാരാളം പേർക്ക് ഉപകാരപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് ഒരുങ്ങുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ്. സമയം രാവിലെ 4:50. അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിനായി നമ്മൾ എത്തിച്ചേരേണ്ട ബോണക്കാട് ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷൻ വരെ പോകുന്ന ബസ്സാണ് എൻ്റെ മുന്നിലുള്ളത്. 5 മണിക്ക് ഈ ബസ് തമ്പാനൂരിൽ നിന്നെടുക്കും. നെടുമങ്ങാട് വിതുര വഴിയാണ് ബോണക്കാടേക്കുള്ള യാത്ര. വിതുര എത്തുന്നതിന് മുന്നേയായി ഏതെങ്കിലും ഹോട്ടലിന് മുന്നിൽ ചായ കഴിക്കാനായി ബസ് അല്പനേരം നിർത്തും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടവർക്ക് അവിടെ നിന്നും കഴിക്കാം. 7:30 മണിയോടെ ബസ് ബോണക്കാടെത്തും. ബസ് നിർത്തുന്നതിന് സമീപത്തായുള്ള പഴയ തേയില ഫാക്ടറിക്കിടയിലെ റോഡിലൂടെ ഒരു 1.5 കിലോമീറ്റർ ദൂരം കൂടി നടന്നാലേ ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷനിലെത്തൂ. വണ്ടിയുമായി വരുന്നവരാണെങ്കിൽ പിക്കറ്റ് സ്റ്റേഷൻ വരെ വണ്ടിയിൽ പോവാം. ഈ 1.5 കിലോമീറ്റർ ദൂരം മണ്ണ് റോഡാണ്. അതുകൊണ്ട് അല്പം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാവണം. ബൈക്കും ഇവിടെ വരെ എത്തും. വണ്ടി പാർക്ക് ചെയ്യാൻ ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷനടുത്ത് സ്ഥലമുണ്ട്. അവിടെ എത്തിയാൽ ആദ്യം തന്നെ കയ്യിലുള്ള ട്രക്കിംഗ് പാസ് സ്റ്റാഫിനെ ഏൽപ്പിക്കുക. നമ്മൾ പാസ് കൊടുക്കുന്ന ഓർഡറിലാണ് പിന്നീട് ഓരോരുത്തരെയും വെരിഫൈ ചെയ്ത് കടത്തിവിടുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർക്ക് ഇവിടെ നിന്നും വാങ്ങി കഴിക്കാം. ഉച്ചത്തേക്കായി ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഊണോ പാഴ്സലായി വാങ്ങി കയ്യിൽ വെക്കാം. 2024 റേറ്റാണിത്. ഈ വർഷം കൂടിയിട്ടുണ്ടാവും. പിക്കറ്റ് സ്റ്റേഷന് സമീപത്തോടുള്ള ടോയ്ലറ്റ് സൗകര്യം ട്രക്കേഴ്സിന് ഉപയോഗപ്പെടുത്താം. ഓരോരുത്തരുടെയും പാസ് ക്രമത്തിൽ വിളിച്ച് വെരിഫൈ ചെയ്ത് കടത്തിവിടും. പാസ് എടുക്കുമ്പോൾ നൽകിയ ID കാർഡിന്റെ ഒറിജിനൽ, 7 ദിവസത്തിനുള്ളിൽ എടുത്ത മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ വെരിഫിക്കേഷനായി കാണിക്കണം. ക്യാമറ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പ്രത്യേകം ഫീസ് അടയ്ക്കണം. ഡ്രോൺ അനുവദിക്കില്ല. വെരിഫിക്കേഷൻ പൂർത്തിയായാൽ ബാഗ് ചെക്ക് ചെയ്ത് കയറ്റിവിടും. അത്യാവശ്യം വേണ്ട ഡ്രസ്സുകൾ, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ളവ, പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞവയല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ എന്നിവ അനുവദിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, തീപ്പെട്ടി, ലൈറ്റർ, കത്തി, മറ്റ് അനാവശ്യ പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവ അനുവദിക്കില്ല. അത്യാവശ്യം കൊണ്ടുപോകേണ്ട പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അവ ഇനം തിരിച്ച് എഴുതി വെച്ച് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങി വെച്ച് കൊണ്ടുപോകാൻ അനുവദിക്കും. തിരിച്ചു വരുമ്പോൾ ഇത് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ട് സെക്യൂരിറ്റി തുക തിരിച്ചു തരും. ചെക്കിംഗ് കഴിഞ്ഞ് ട്രക്കിങ്ങിനായി അനുവദിക്കുന്നവർ ട്രക്കിംഗ് പാസ് തിരികെ വാങ്ങി കയ്യിൽ വെക്കണം. ഏകദേശം ഒരു 20 പേരുടെ ഗ്രൂപ്പിനെ ചെക്കിംഗ് പൂർത്തിയായി കഴിയുമ്പോൾ ഒരു ഫോറസ്റ്റ് വാച്ചർക്കൊപ്പം ട്രക്കിങ്ങിനായി കടത്തിവിടും. ആദ്യത്തെ ദിവസം ബോണക്കാട് ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷൻ മുതൽ അതിരുമല ക്യാമ്പ് വരെ 12.5 കിലോമീറ്ററാണ് നടക്കാനുള്ളത്. ഇതിനിടയിൽ ഓരോ 2 കിലോമീറ്റർ ഇടവിട്ടും വാച്ചർമാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ക്യാമ്പായി കണക്കാക്കുന്നത് ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷനാണ്. 2 കിലോമീറ്റർ പിന്നിട്ടാൽ രണ്ടാമത്തെ ക്യാമ്പായ ലാത്തിമൊട്ടയിലെത്തും. വീണ്ടും ഒരു 2 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ മൂന്നാമത്തെ ക്യാമ്പ് കരമനയാർ. ഇവിടെ വരെ വരണ്ട ഇലപൊഴിയും കാട്ടിലൂടെയാണ് ട്രക്ക് ചെയ്യുന്നത്. ഇവിടെ അങ്ങോട്ട് സെമി എവർഗ്രീൻ ആയ വനമേഖലയാണ്. 2 കിലോമീറ്റർ പിന്നിട്ടാൽ ക്യാമ്പ് 4 വഴപ്പൈന്തിയാർ. ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ പോകുമ്പോൾ ഇവിടെ സമയം കളയാതെ വേഗം അതിരുമല എത്തുകയാണ് നല്ലത്. അടുത്ത 2 കിലോമീറ്റർ കഴിഞ്ഞാൽ ക്യാമ്പ് 5 അട്ടയാർ. ഇവിടെ എത്തുമ്പോഴേക്കും ഉച്ചയാവും. ഉച്ചഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാം. അല്ലെങ്കിൽ ഇതിനൊരു 100 മീറ്റർ മാറി പുൽമേട്ടിലുള്ള ആന്റി പോച്ചിങ് ക്യാമ്പ് ഷെഡിൽ ഇരുന്നും കഴിക്കാം. ഇവിടെയും വെള്ള സൗകര്യമുണ്ട്, ടോയ്ലറ്റും ഉണ്ട്. ബോണക്കാട് ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ടോയ്ലറ്റ് ഉള്ളത്. അട്ടയാർ മുതൽ അടുത്ത 2 കിലോമീറ്റർ പുൽമേടാണ്. ക്യാമ്പ് 6 ഏഴുമടക്കം തേരി വരെ. അട്ടയാർ കഴിഞ്ഞാൽ പിന്നെ പുൽമേട്ടിൽ ഒരു ചെറിയ അരുവി കൂടിയുണ്ട്. എന്നാൽ നല്ല വേനലാണെങ്കിൽ ഇത് വറ്റിയിട്ടുണ്ടാകും. അതുകൊണ്ട് അട്ടയാറിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ശേഖരിച്ച് അതിരുമല വരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഏഴുമടക്കം തേരി ക്യാമ്പ് വരെ അധികം കയറ്റങ്ങളൊന്നുമില്ലാത്ത ട്രക്കിംഗ് ആണ്. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള 2.5 കിലോമീറ്ററിൽ 1 കിലോമീറ്ററും കുത്തനെയുള്ള കയറ്റമാണ്. ആകെയുള്ള ആശ്വാസം പുൽമേട്ടിലെ കത്തുന്ന ചൂടിൽ നിന്നും എവർഗ്രീൻ ആയ ഒരു വനഭാഗത്തു കൂടിയാണ് ഇനിയുള്ള ട്രക്കിംഗ് എന്നതാണ്. കയറ്റം കയറി എത്തിയാൽ പിന്നീടുള്ള ഏകദേശം 1.5 കിലോമീറ്റർ നിരപ്പായ സ്ഥലമാണ്. വൈകുന്നേരത്തോടെ ആദ്യ ദിവസത്തെ ലക്ഷ്യസ്ഥാനമായ അതിരുമല ബേസ് ക്യാമ്പിലെത്തും. ക്യാമ്പിലെത്തിയാൽ ആദ്യം പാസ് അവിടെയുള്ള സ്റ്റാഫിനെ ഏൽപ്പിക്കുക. അടുത്ത പണി താമസത്തിനുള്ള 2 വലിയ ഹാളുകളിൽ ഒന്നിൽ കിടക്കാനായി ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നതാണ്.
നേരത്തെ എത്തിയാൽ നല്ല സ്ഥലം കിട്ടും. 2 വർഷം മുമ്പ് വരെ തറയിൽ പായ വിരിച്ച് കിടക്കുന്നതായിരുന്നു രീതി. ഇപ്പോൾ ബെഡുണ്ട്. ഒരു ഹാളിന്റെ പകുതി ലേഡീസിനായി വേർതിരിച്ചിട്ടുണ്ട്. ക്യാൻറ്റീനിൽ നിന്ന് ചായ, കാപ്പി, ചുക്ക് കാപ്പി, കടികൾ എന്നിവ കിട്ടും. റേറ്റ് അല്പം കൂടുതലാണ്. ഭക്ഷണത്തിനുള്ള സാധനങ്ങളെല്ലാം താഴെ നിന്ന് ചുമന്നുകൊണ്ട് വരുന്നതായതിനാലാണ് ഇത്. കഴിഞ്ഞ വർഷത്തെ റേറ്റ് ഇങ്ങനെയാണ്. രാത്രിയിൽ കഞ്ഞിയാണ് ഉണ്ടാവുക. കഞ്ഞിക്കുള്ള ടോക്കൺ ആദ്യം തന്നെ എടുത്തു വെക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി, പുട്ട്, ഉപ്പുമാവ് ഇതിലേതെങ്കിലും ഒന്നുണ്ടാവും. ഇനി നടത്തത്തിന്റെ ക്ഷീണം മാറാൻ വിശാലമായ ഒരു കുളിയാവാം. ഒരു ഓപ്പൺ ബാത്ത്. അതിരുമല ക്യാമ്പിനോട് ചേർന്ന് തന്നെ ബാത്റൂം, കുളിമുറി സൗകര്യങ്ങളുണ്ട്. എന്നാൽ ഒരു 100 മീറ്റർ താഴോട്ട് ഇറങ്ങിയാൽ പുൽമേട്ടിലായി ഒരു അരുവിയുണ്ട്. ഐസ് പോലെ തണുപ്പുള്ള ആ വെള്ളത്തിൽ ഒന്ന് മുങ്ങി നിവർന്നാൽ എല്ലാ ക്ഷീണവും വേദനയും പമ്പ കടക്കും. കുളി കഴിഞ്ഞ് സുഖശീതളമായ ഒരു ഇളം കാറ്റുമേറ്റ് പുൽമേട്ടിലെ പാറപ്പുറത്ത് ആ സന്ധ്യാസമയത്ത് അഗസ്ത്യമലയും നോക്കി അങ്ങനെ കുറച്ചു നേരം ഇരിക്കണം. മനസ്സ് അറിയാതെ ശാന്തമായി ഒരു ആത്മനിർവൃതി നിറഞ്ഞു വരും. തള്ളുന്നതല്ല, ഒന്ന് പോയി അനുഭവിച്ചവർ ഇല്ലെന്ന് പറയില്ല. ക്യാമ്പിന് തെക്ക് ഭാഗത്തായി ഒരു മൊബൈൽ റേഞ്ച് സ്പോട്ട് ഉണ്ട്. കുറച്ചു നേരം അവിടെ പോയി നിന്നാൽ കോൾ വിളിക്കാനുള്ള ഒരു കട്ട പിടിച്ചെടുക്കാം. രാത്രി 7 മണിക്ക് ഡിന്നർ ആരംഭിക്കും. 200 രൂപയുടെ 5 സ്റ്റാർ കഞ്ഞി. സന്ധ്യയാകുമ്പോഴേക്കും തണുപ്പ് വീണ് തുടങ്ങിയിരിക്കും. അതുകൊണ്ട് കഞ്ഞികുടി കഴിഞ്ഞാൽ അധിക പേരും നടത്തത്തിന്റെ ക്ഷീണം കൊണ്ടും തണുപ്പ് കൊണ്ടും ഹാളിലെ ബെഡിലേക്ക് ചുരുണ്ടുകൂടിയിരിക്കും. രാത്രി 9 മണിക്ക് ലൈറ്റ് എല്ലാം ഓഫാക്കും. പിന്നീട് ബാത്റൂമിലേക്കും മറ്റും പുറത്തിറങ്ങുന്നവർ ടോർച്ചുമായി പോകണം. പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. മറ്റു വന്യജീവികളെ പേടിക്കേണ്ട ആവശ്യമില്ല. ക്യാമ്പിന് ചുറ്റും ട്രഞ്ചുണ്ട്. രാവിലെ 5 മണിക്ക് ലൈറ്റ് ഓണാക്കും. തണുപ്പുണ്ടാവുമെങ്കിലും ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്താൽ ടോയ്ലറ്റിന് മുന്നിൽ പോയി പിടിവിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യം വരില്ല. ക്യാൻറ്റീനിൽ ചുക്കുകാപ്പിയും ചായയും ഒക്കെ ഈ സമയത്ത് കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് പാഴ്സലായി കയ്യിൽ വെക്കുകയോ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചു പോവുകയോ ചെയ്യാം. ഉച്ചഭക്ഷണമായി ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു പൊതി കൂടി വാങ്ങി കയ്യിൽ വെക്കുകയാണ് നല്ലത്. തിരിച്ചെത്തുമ്പോഴേക്കും ഏകദേശം 3 മണിയാവും. അല്ലെങ്കിൽ തിരിച്ചെത്തി ക്യാൻറ്റീനിൽ നിന്നും ഊണ് കഴിക്കാം. അങ്ങനെയെങ്കിൽ നേരത്തെ ടോക്കൺ എടുത്ത് വെക്കണം. 7 മണിക്ക് ക്യാമ്പിന്റെ ഗേറ്റ് ഓപ്പൺ ചെയ്യും. ഇന്ന് 6 കിലോമീറ്റർ മുകളിലേക്കും 6 കിലോമീറ്റർ താഴേക്കുമാണ് ട്രെക്ക് ചെയ്യാനുള്ളത്. സ്പീഡിൽ നടന്നു കയറി തിരിച്ചു വന്ന് അതിരുമല ഹാൾട്ട് ചെയ്യാതെ അന്ന് തന്നെ ബോണക്കാട്ടേക്ക് തിരിച്ചിറങ്ങുന്നവരുമുണ്ട്. അങ്ങനെയെങ്കിൽ 1.5 മണിക്ക് മുമ്പ് തന്നെ തിരിച്ച് അതിരുമല എത്തണം. എങ്കിലേ തിരിച്ചിറങ്ങാൻ അനുവദിക്കൂ. പക്ഷെ അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. വളരെ കഷ്ടപ്പെട്ട് ഒരു ട്രക്കിംഗ് പാസ് ഒപ്പിച്ചെടുത്ത് പരമാവധി സമയം ആ ട്രക്കിങ്ങിന്റെ ഭാഗമായി ആസ്വദിക്കുക എന്നല്ലാതെ അഗസ്ത്യാർകൂടത്തിൽ മറന്നു വെച്ചതെന്തോ എടുക്കാൻ പോയ പോലെ പോയി വന്നിട്ട് എന്ത് കാര്യം? 2ാം ദിവസം ആദ്യത്തെ 2 കിലോമീറ്റർ മരങ്ങൾ നിറഞ്ഞ കാട്ടിലൂടെ നടന്നാൽ പിന്നെ ഒരു മലമുകളിലെ തുറസായ സ്ഥലത്തെത്തും. അല്പദൂരം കൂടി നടന്നാൽ പൊങ്കാലപ്പാറയിലെത്തും. താമ്രപർണി നദി ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നുമാണ്. ഈ സ്ഥലമെല്ലാം തമിഴ്നാടിന്റെ പരിധിയിൽ വരുന്നതാണ്. പൊങ്കാലപ്പാറയിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ശേഖരിച്ച് കയ്യിൽ വെക്കണം. ഇനി അങ്ങോട്ട് കയറ്റമാണെങ്കിലും വെള്ളം അധികം കുടിക്കാതെ കയറണം. കാരണം തിരിച്ച് പൊങ്കാലപ്പാറ എത്തിയാലേ ഇനി വെള്ളം ലഭിക്കൂ. അതിനിടയിലൊന്നും ജലലഭ്യതയില്ല. പൊങ്കാലപ്പാറയിൽ നിന്നും കയറി കുറച്ചു ദൂരം നിരപ്പായ സ്ഥലം. അത് കഴിഞ്ഞാൽ പിന്നെ മലകയറ്റം തുടങ്ങുകയായി. അധികം ഉയരമില്ലാത്ത മരങ്ങൾ നിറഞ്ഞ ചോലവനത്തിലൂടെ കയറി ചെല്ലുമ്പോൾ കയറ് പിടിച്ചു കയറേണ്ട ആദ്യത്തെ പാറ കാണാം. ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകളും തമിഴ്നാട്ടിലെ കളക്കാട് മുണ്ടൻതുറൈ ടൈഗർ റിസർവിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചപാണ്ഡവ മലയുമെല്ലാം കാണാം. വീണ്ടും ചോലവനത്തിലൂടെ. അത് കഴിഞ്ഞാൽ അടുത്ത പാറ. അതും കഴിഞ്ഞ് കുറച്ചു ദൂരം കൂടി കയറിയെത്തിയാൽ അഗസ്ത്യമലയ്ക്ക് മുകളിലെത്തും. നമ്മുടെ ലക്ഷ്യസ്ഥാനം. ഇവിടെ നല്ല കാറ്റും തണുപ്പുമായിരിക്കും. അഗസ്ത്യമുനിയുടെ കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന ഒരു പ്രതിഷ്ഠ ഇവിടെയുണ്ട്. ഇപ്പോൾ ഇവിടെ ആരാധന അനുവദിക്കാറില്ല. മലയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി കാരയാർ ഡാം, പടിഞ്ഞാറ് ഭാഗത്തു നിന്നും അതിരുമല ബേസ് ക്യാമ്പ് പേപ്പാറ ഡാം, തെക്ക് ഭാഗത്തായി നെയ്യാർ ഡാം, ചിറ്റാർ ഡാം എന്നിവയും കാണാം. ഇതെല്ലാം തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിലേ കാണൂ. ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമേ അഗസ്ത്യമലയിൽ നിൽക്കാൻ അനുവദിക്കൂ. അത് കഴിഞ്ഞാൽ ഇറങ്ങണം. അപ്പോഴേക്കും കാറ്റും ശക്തമായിട്ടുണ്ടാവും. ഉച്ചഭക്ഷണം പൊതിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ പൊങ്കാലപ്പാറയിൽ വെച്ച് കഴിക്കാം. അവിടെ ആകുമ്പോൾ വെള്ളമുണ്ടാവും. തിരിച്ച് അതിരുമല വന്ന് ഹാൾട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിറ്റേ ദിവസം രാവിലെ ബോണക്കാട്ടേക്കുള്ള ട്രക്കിംഗ് തുടങ്ങാം. പാസ് തിരികെ വാങ്ങി കയ്യിൽ വെക്കണം. രാവിലെ 7 മണിക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പുറപ്പെട്ട് അധിക സമയം റെസ്റ്റ് എടുക്കാതെ തിരിച്ചിറങ്ങിയാൽ 1 മണിക്കുള്ളിൽ ബോണക്കാടെത്താം. അതിനിടയിൽ വഴപ്പൈന്തിയാറിൽ നിന്നും കുളിക്കാനും സമയം കിട്ടും.
ബോണക്കാട് ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷനിലെത്തിയാൽ പാസ് അവിടെ തിരിച്ചേൽപ്പിക്കണം. പ്ലാസ്റ്റിക്കിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ തിരികെ കൊണ്ടുവന്നിട്ടുള്ളതായി ബോധ്യപ്പെടുത്തി തുക തിരികെ വാങ്ങാം. ഉച്ചയ്ക്ക് 1:30 മണിക്ക് ബോണക്കാട് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ബസ്സുണ്ട്. സ്വന്തമായി വാഹനമില്ലാത്തവർ ഈ ബസ്സിന്റെ സമയം കണക്കാക്കി വരുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞാൽ പിന്നെ 5 മണിക്കേ ബസ്സുള്ളൂ. ഉച്ചഭക്ഷണം വേണമെങ്കിൽ ബോണക്കാടുള്ള ഒരു ചായക്കടയിൽ മുന്നേ പറഞ്ഞേൽപ്പിച്ചു പോയാൽ തയ്യാറാക്കി വെക്കും. ബസ് സ്റ്റോപ്പിന് എതിർവശത്തായുള്ള ഒരു ചെറിയ ചായക്കടയാണിത്. നല്ല നാടൻ ഊണ് കിട്ടും. ഇവിടുത്തെ നമ്പർ ഞാൻ നൽകുന്നുണ്ട്. വേണ്ടവർ ആ നമ്പറിൽ ബന്ധപ്പെടുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.